जय प्रभुपाद जय प्रभुपाद जय प्रभुपाद श्रील प्रभुपाद जय प्रभुपाद जय प्रभुपाद जय प्रभुपाद श्रील ബാക്ക് ടു വൃന്ദാവൻ എന്ന് പറഞ്ഞ ബുക്കിൽ വായിച്ചാണ്. പ്രഭുപാദിൻ്റെ ശിഷ്യനായി ഇത് ലീലാമൃതയിൽ വായിച്ച ബുക്കാണ്. വോളിയം 6 ലാസ്റ്റ് വോളിയത്തിൽ. അപ്പോൾ ശീല പ്രഭുപാദ് ഓഗസ്റ്റ് 28 വിദേശത്തേക്ക് പോയിരുന്നു. അദ്ദേഹത്തിൻ്റെ ആരോഗ്യപരമായിട്ട് വളരെ താഴ്ന്ന അവസ്ഥയിലായിരുന്നിട്ട് കൂടി അദ്ദേഹം വിദേശത്തേക്ക് പോയി. അങ്ങനെ ആദ്യമായിട്ട് അദ്ദേഹം പോയത് ലണ്ടനിലേക്കാണ്. ലണ്ടനിലെ ഹീത്രോ എയർപോർട്ടിലാണ് ഇറങ്ങിയത്. അപ്പോൾ ശീല പ്രഭുപാദ് അവിടെ ഇറങ്ങിയ സമയത്ത് പ്രഭുപാദിനെ കാണാനായിട്ട് ഒരുപാട് ശിഷ്യന്മാർ വന്നിരുന്നു. പക്ഷെ അവർക്കൊക്കെ അന്ന് ഈ നമ്മൾ വാട്സാപ്പും വീഡിയോ കോളൊന്നും ഇല്ലാത്തതുകൊണ്ട് പ്രഭുപാദിൻ്റെ അവസ്ഥ എന്താണെന്ന് എല്ലാവർക്കും അറിയത്തില്ല. പക്ഷെ ലെറ്ററിലൂടെ അറിയാം പ്രഭുപാദിൻ്റെ ആരോഗ്യം വളരെ കുറവാണ്. പക്ഷെ അവരെല്ലാം വളരെയധികം ഷോക്ക്ഡായി പ്രഭുപാദിൻ്റെ ഈ രൂപം കണ്ടിട്ട്. അതിനകത്ത് സത്സ്വരൂപ മഹാരാജ് പറയുന്നത് ഒരു പുരാണങ്ങളിലൊക്കെ പറയുന്ന ഒരു വളരെയധികം തപശ്ചര്യകൾ അനുഷ്ഠിക്കുന്ന ഒരു യോഗിയെ പോലെയാണ് അവർക്ക് തോന്നിയെന്ന്. ആ യോഗി പക്ഷെ ശരീരവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല, ഒരാത്മാവായിട്ട് ആ ശരീരത്തിൽ നിൽക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ ഒരു രൂപമാണ് അവർക്ക് തോന്നിയതെന്ന് പറഞ്ഞു. അപ്പോൾ അവർ കീർത്തനം ചെയ്തുകൊണ്ടിരുന്നു. പെട്ടെന്ന് പ്രഭുപാദിന്റെ രൂപം കണ്ടപ്പോൾ അവർ കുറച്ചു നേരം നിർത്തി. പക്ഷെ പിന്നെ അവർ കീർത്തനം കണ്ടിന്യൂ ചെയ്തു. പ്രഭുപാദിന് വേണ്ടി ഒരു വൈറ്റ് റോൾസ് റോയ്സ് കാർ അവർ ഒരുക്കിയിരുന്നു അവിടേക്ക് പോകാനായിട്ട്. പ്രഭുപാദ് അതിനകത്തിരുന്നു. ഭക്തിവേദാന്ത മാനറിലേക്കാണ് പ്രഭുപാദ് പോയത്. പ്രഭുപാദ് അവിടെ ചെന്നപ്പോഴും ഈ അവിടുത്തെ വിഗ്രഹമാണ് രാധാ ഗോകുല ആനന്ദ. അപ്പോൾ അവിടെ ചെന്നപ്പോഴും ഡിവോട്ടീസ് എല്ലാം കീർത്തനം ചെയ്യും. പ്രഭുപാദ് വരുന്നെന്ന് ഇതായിട്ട് അവർ കീർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് പ്രഭുപാദിന്റെ രൂപം കണ്ടപ്പോൾ അവരും കീർത്തനം കുറച്ചു നേരം നിർത്തി. പിന്നെ അവർ വീണ്ടും എന്നാലും പ്രഭുപാദ് ഇത്രയും ദൂരെ നമ്മളെ കാണാനായിട്ട് വന്നല്ലോ എന്നുള്ള സന്തോഷം കൊണ്ട് പിന്നെ അവർ കീർത്തനം ചെയ്തു. പ്രഭുപാദ് അപ്പോൾ ഡേറ്റി കർട്ടൻ ഓപ്പൺ ആയിരുന്നു. പ്രഭുപാദ് അകത്ത് കയറി ഇരുന്നപ്പോഴത്തേന് കുറച്ച് ഡിവോട്ടീസ് പ്രഭുപാദിന്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു, വിഗ്രഹത്തിന് മുമ്പിൽ. അപ്പം ഒന്നും പറഞ്ഞില്ല, പക്ഷെ കൈ കൊണ്ട് അവരിങ്ങനെ മാറാനായിട്ട് പറഞ്ഞു. അങ്ങനെ മാറി പ്രഭുപാദ് ദർശനം എടുത്തിട്ട് ഒന്നും പറഞ്ഞില്ല. പ്രഭുപാദ് നേരെ മുകളിലേക്ക്, പ്രഭുപാദിന് പല്ലക്കുണ്ട്, പല്ലക്കിനകത്ത് ഇരുത്തിയാണ് അത് മുകളിലേക്ക് കൊണ്ടുപോയി. റൂമിൽ കൊണ്ടുപോയപ്പം പ്രഭുപാദിനെ അവിടെ ഇരുത്തിയപ്പോൾ എല്ലാ ശിഷ്യന്മാരും എല്ലാവരും പുറകെ വന്നു, ആ റൂമിലേക്ക് വന്നു. എല്ലാവരും അവിടെ ഇരിക്കും. എല്ലാവരുടെയും കൈ ഇങ്ങനെ വെച്ചുകൊണ്ടാണ് അവരിങ്ങനെ ഇരിക്കുന്നത്. എല്ലാവരും പ്രഭുപാദിനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ചു നേരം ശേഷം പ്രഭുപാദ് ഇങ്ങനെ വെച്ചു, ഈസ് എവരി വൺ ഓൾ റൈറ്റ് എന്നിങ്ങനെ പ്രഭുപാദ് ചോദിച്ചു. എല്ലാവരും നല്ലപോലെ ഇരിക്കുന്നുണ്ടോ എന്നിങ്ങനെ ചോദിച്ചു. അവർക്ക് അത്രയും നേരം ടെൻസ്ഡ് മൊമെന്റ് ആയിരുന്നു. പെട്ടെന്ന് പ്രഭുപാദ് ഇങ്ങനെ ചോദിച്ചപ്പോൾ നിങ്ങളെല്ലാം നല്ലപോലെ ഇരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേനും എല്ലാവരും ജയ് പ്രഭുപാദ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം പിന്നെ ആ ദിവസം ഫുള്ള് പ്രഭുപാദ് റെസ്റ്റ് എടുക്കുകയായിരുന്നു. പിന്നെ പ്രഭുപാദിനെ കാണാനായിട്ട് ഡിവോട്ടി ആ സമയത്ത് ഇംഗ്ലണ്ടായിരുന്നു ഏറ്റവും അധികം ബുക്ക് ഡിസ്ട്രിബ്യൂഷന് ഏറ്റവും അധികം ഇത് ചെയ്തത്. അത് ഓർഗനൈസ് ചെയ്ത ഒരു ഡിവോട്ടിയാണ് ഭാഗവത മഹാരാജ്. അപ്പം അദ്ദേഹവും പ്രഭുപാദിനെ കാണാനായിട്ട് വന്നു. അങ്ങനെ അതിനെക്കുറിച്ച് പ്രഭുപാദ് വന്നതിനെക്കുറിച്ച് സത്സ്വരൂപ മഹാരാജ് പറയുന്ന സാക്ഷാത്കാരങ്ങളുണ്ട്. സത്സ്വരൂപ മഹാരാജ് പറയുന്നു, പ്രഭുപാദിന്റെ ആധ്യാത്മിക ഗുരു പ്രഭുപാദിനോട് കൊടുത്ത നിർദ്ദേശം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ഭാഷയിൽ പ്രചരണം ചെയ്യാനാണ് അദ്ദേഹം കൊടുത്ത നിർദ്ദേശം. ഭക്തിസിദ്ധാന്ത സരസ്വതി മഹാരാജ് ആദ്യമായിട്ട് തന്റെ ശിഷ്യന്മാരെ അയച്ചതും ഇംഗ്ലണ്ടിലേക്കാണ്. അപ്പം ഈ യാത്രയെ സംബന്ധിച്ച് സരസ്വതി മഹാരാജ് പറയുന്നത് അവസാനത്തെ സമയം വരെ പ്രഭുപാദ് ഗുരുവിന്റെ നിർദ്ദേശമാണ് പാലിച്ചത് എന്ന് പറയുന്നു. അവസാനത്തെ സമയവും ആ ബുക്ക് ഇംഗ്ലീഷ് ഭാഷയിൽ പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ് പ്രഭുപാദ് ലണ്ടനിലേക്ക് വന്നത്. രണ്ടാമത് എന്തുകൊണ്ട് ലണ്ടൻ ചൂസ് ചെയ്തു എന്ന് പറഞ്ഞാൽ ശിഷ്യന്മാർ ഏറ്റവും അധികം ആ സമയത്ത് ആ ബുക്ക് മാരത്തോണിന് ബുക്സുകൾ വിതരണം ചെയ്ത ആ ടെമ്പിൾ അതായിരുന്നു. അപ്പം അതുകൊണ്ടാണ് തൻ്റെ ശിഷ്യന്മാരെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് പ്രഭുപാദ് അവിടെ വന്നതെന്നും അങ്ങനെ ഇത് സത്സ്വരൂപ മഹാരാജ് തൻ്റെ സാക്ഷാത്കാരമായിട്ട് പറയുന്നു.